ഹായ് ഡിയേഴ്സ്, വെൽക്കം ഓൺ. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അപ്പൊ നമ്മുടെ NOSന്റെ 10th എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുകയായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയോ? അപ്പൊ അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ നമ്മുടെ 10th സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ NOS 10th സോഷ്യൽ സയൻസ് ഏപ്രിൽ എക്സാം അടിപൊളിയായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസേഴ്സ്, ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് വൺ ഫ്രം ദ ഫോളോയിങ് പേഴ്സൺ കമ്പോസ് വന്ദേ മാതരം? ആരാണ് വന്ദേ മാതരം കമ്പോസ് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ കമ്പോസ് ചെയ്തത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, when did Lord Curzon announce the partition of Bengal? അപ്പൊ എന്നാണ് നമ്മുടെ ലോർഡ് കേഴ്സൺ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനം അനൗൺസ് ചെയ്തത്? ഏത് വർഷമാണ് എന്നുള്ളതാണ്. ഇവിടെയും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 1905 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, who started the Khilafat movement against the British government? അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റിന് എതിരായിട്ട് ഖിലാഫത്ത് മൂവ്മെന്റ് ആരാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്? ഈ ഓപ്ഷൻസ് 4 ഉണ്ട്. ഇതിൽ ആരാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്? ഓപ്ഷൻ സി മുഹമ്മദ് അലി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആണോ ആൻസർ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അറ്റ് വിച്ച് വൺ ഫ്രം ദ ഫോളോയിങ് പ്ലേസ് Gandhiji organized a satyagraha to support the peasants who were unable to pay their revenue because of crop failure and epidemic? അപ്പൊ എവിടെയാണ് നമ്മുടെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ ഓർഗനൈസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ കർഷകർക്ക് അവരുടെ റവന്യൂ അടയ്ക്കാനും അതുപോലെ തന്നെ ക്രോപ്പ് ഫെയിലിയറിന്റെ ഭാഗമായിട്ട് റവന്യൂ ഒന്നും അടയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന് കൂടെ ഈ പെസൻസ് സത്യാഗ്രഹം നടത്തുന്നതിന് കൂടെ തന്നെ ഗാന്ധിജിയും പോയിട്ട് എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തിട്ട് സത്യാഗ്രഹം നടത്തി. അതെവിടെയാണ്? ഈ പറയുന്ന ഗേദ ഇൻ ഗുജറാത്ത് ആണോ, ചമ്പാരൻ ആണോ, അഹമ്മദാബാദ് ആണോ, അല്ലെങ്കിൽ ആവാദയാണോ? എവിടെയാണ്? ഓപ്ഷൻസ് എ ഈസ് ദ റൈറ്റ് ആൻസർ. ഗേദ ഇൻ ഗുജറാത്ത്. ഓക്കെ, അപ്പൊ ഗുജറാത്തിലെ ഗേദയിൽ നടന്നിട്ടുള്ള സമരത്തിലാണ് നമ്മുടെ ഗാന്ധിജിയും സപ്പോർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, in 1615 who from the following got the permission from Mughal Emperor Jahangir to open more factories at Agra? അപ്പൊ ആഗ്രയിൽ കൂടുതൽ ഫാക്ടറികൾ തുറക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുത്തിട്ടുള്ള മുഗൾ എംപറർ ആരാണ്? മുഗൾ എംപറർക്ക് ഈ പറയുന്ന പെർമിഷൻ കൊടുത്തിട്ടുള്ള ആരാണെന്ന് എന്നാ ചോദിച്ചിട്ടുള്ളത്. ആരാണ്? 1615 ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ആരായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ആഗ്രയില് ഫാക്ടറീസുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്? യെസ്, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സർ തോമസ് റോ. ഓക്കെ, അപ്പൊ സർ തോമസ് റോയാണ് മുഗൾ എംപറർക്ക് ഈ പറയുന്ന ഫാക്ടറീസ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഗ്രയിൽ സ്ഥലം കൊടുത്തിട്ടുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഫൗണ്ടഡ് ബ്രഹ്മ സമാജ് ഇൻ 1828? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? 1828 ആരാണ് ബ്രഹ്മസമാജം ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇനി നമുക്ക് ഈ പറയുന്ന 7ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 10ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലെ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണല്ലേ? പക്ഷെ എന്നാൽ എന്താ, നമ്മൾ തെറ്റിക്കുന്ന തരത്തിലുള്ള ഒന്നാണ്. അപ്പൊ നമുക്ക് കാണാം, ഇവിടെ A B C D 3. ഇവിടെ A ഉണ്ട്, ഇവിടെ B ഉണ്ട്, ഇവിടെ C ഉണ്ട്, ഇവിടെ D ഉണ്ട്. അപ്പൊ ഈ 4 സ്ഥലങ്ങളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റേഞ്ച് ഹിൽസ് മാർക്ക്ഡ് ആസ് A ഇൻ ദ മാപ്പ്. അപ്പം ഈ മാപ്പിൽ കൊടുത്തിട്ടുള്ള A എന്ന് പറഞ്ഞ ഏരിയ ഏതാണ്? ഈ ശിവാലിക് റേഞ്ച് ആണോ, ആരവല്ലി റേഞ്ച് ആണോ, അതോ പൂർവാഞ്ചൽ റേഞ്ച് ആണോ, സുലൈമാൻ റേഞ്ച് ആണ്? ഏതാണ് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ആരവല്ലി റേഞ്ച്. അപ്പൊ നമ്മുടെ മാപ്പിലേക്ക് നോക്കുക. ഓപ്ഷൻ എ എന്താണ്?
ആരവല്ലി റേഞ്ച് ആണ്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പ്ലാറ്റ്യൂ മാർക്ക്ഡ് ആസ് ബി. അപ്പം എയുടെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ബി എന്താണ്? ഈ കൊടുത്തിട്ടുള്ളതിൽ ഏത് പ്ലാറ്റ്യൂ ആണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഏതാണ് നമ്മുടെ എട്ടാമത്തെ ആൻസർ? മൽവ പ്ലാറ്റ്യൂ. ഏതാണ്? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, മൽവ പ്ലാറ്റ്യൂ. ഇനി 9th ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റിവർ മാർക്ക്ഡ് ആസ് സി. അപ്പൊ സി തൊട്ടിപ്പുറത്തായിട്ട് സി ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ സി എന്താണ്? ഈ ഗോദാവരിയാണോ, കൃഷ്ണയാണോ, കാവേരിയാണോ, അല്ലെങ്കിൽ പവനീറാണോ? ഏതാണ് ഈ പറയുന്ന റിവർ സി എന്ന് പറയുന്നത്? 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, ഗോദാവരി. എന്താണ്? ഗോദാവരിയാണ് റൈറ്റ് ആൻസർ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ഓൺ ദ എഡ്ജ് ഓഫ് ഡെക്കാൻ പ്ലാറ്റ്യൂ മാർക്ക്ഡ് ആസ് ഡി ഇൻ. അപ്പൊ ഡി ആണ് ഈ മാപ്പില് ഡി ഏറ്റവും താഴെയായിട്ട് ഡി എന്ന് അടയാളപ്പെടുത്തിയത് എന്താണ്? വെസ്റ്റേൺ ഘട്ടാണോ, വെസ്റ്റേൺ പ്ലാറ്റ്യൂ ആണോ, ആരവല്ലി റേഞ്ച് ആണോ, ശിവാലിക് റേഞ്ച് ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ 10ാമത്തത് വരുന്നത് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, വെസ്റ്റേൺ ഘാട്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് 4 ആൻസറും കണ്ടെത്തിയിട്ടുണ്ട്. വെസ്റ്റേൺ ഘാട്ടാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മള് നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Who among the following started the Muhammad Anglo Oriental College at Aligarh in 1875, which later developed into Aligarh Muslim University? അപ്പൊ ഇവിടെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന എന്താണ്? ആരാണ് മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അറ്റ് അലിഗഡ്? അലിഗഡില് മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് 1875 ഡെവലപ്പ് ചെയ്യുകയും അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് അത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്തു. ആരാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഈ പറയുന്നതിൽ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇവിടെ റൈറ്റ് ആൻസർ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് റൈറ്റ് ആൻസർ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, which one from the following latitudes is the northern most extent of India? അപ്പൊ ഈ നോർത്തേൺ മോസ്റ്റ് എക്സ്റ്റെന്റ് ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് ഭാഗത്ത് ഏതാണ് വരുന്നത്? ഈ പറയുന്ന ഏത് ഡിഗ്രി ആണ് എന്ന് നോക്കാം. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇവിടെ നോർത്ത് ലാറ്റിറ്റ്യൂഡ് വരുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 37°6 നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which one from the following known as standard meridian of India? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ താഴെ കൊടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഏതാണ്? ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 82°30 ഈസ്റ്റ് ലോജിറ്റ്യൂഡ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഏതാണ്? 82°30 ഈസ്റ്റ് ലോജിറ്റ്യൂഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, who's the correct option from the following related to the land boundary of India? ഏതാണ് ലാൻഡ് ബൗണ്ടറി കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇതിൽ 15,000 ആണോ, 15,200 ആണോ, 18,003 ആണോ, 10,000 കിലോമീറ്റർ ആണോ? ഏതാണ് ലാൻഡ് ബൗണ്ടറി ആയിട്ട് വരുന്നത്? ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി ആയിട്ട് വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 15,200 കിലോമീറ്റർ. ഓപ്ഷൻ ബി ആണ് 15,200 കിലോമീറ്റർ. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Which from the following is the correct arrangements of rivers of India from north to south? അപ്പൊ ഇവിടെ കുറെ ഡിസോർഡർ ആയിട്ട് പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഇവിടെ റിവേഴ്സ് ഇന്ത്യ ഫ്രം നോർത്ത് ടു സൗത്ത്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള ആ ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ആ ഓർഡറോട് കൂടി എഴുതിയിട്ടുള്ളത്? നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ എന്താണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ശരിയാണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, which of the very hot and dry local winds blow over North Indian plains during summer? അപ്പൊ ഈ സമ്മർ സമയത്ത് വെരി ഹോട്ട് ആൻഡ് ഡ്രൈ ലോക്കൽ വിൻസുകൾ
നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണപ്പെടുന്ന ആ ലോക്കൽ വിൻഡിനെ പറയുന്ന പേരെന്താണ്? ഏതാണ്? മാംഗോ ഷോർ ആണോ, കാൽ ബൈസാഖി ആണോ, ലൂ ആണോ, ജെറ്റ് സ്ട്രീം ആണോ? അപ്പൊ ആ വെരി ഹോട്ട് ആൻഡ് ഡ്രൈ ലോക്കൽ വിൻഡ്സിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ സി, ലൂ. എന്താണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, മൺസൂൺ ഈസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് വിൻഡ്? മൺസൂൺ എന്ന് പറയുന്നത് ഏത് ടൈപ്പിലുള്ള വിൻഡാണ്? സീസണൽ വിൻഡാണോ, ട്രേഡ് വിൻഡാണോ, പെർമനന്റ് വിൻഡാണോ, ലോക്കൽ വിൻഡാണോ? അപ്പൊ ഇവിടെ മൺസൂൺ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സീസണൽ വിൻഡാണ്. എന്താണ്? സീസണൽ വിൻഡാണ് മൺസൂൺ എന്ന് പറയുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഫ്രം ദ ഫോളോയിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് ലീഡ്സ് NDA? അപ്പം NDA നമുക്ക് എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടായിരിക്കും, NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. അപ്പൊ NDA ഫോളോ ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇതിൽ ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ, ബഹുജൻ സമാജ് പാർട്ടിയാണോ, ഭാരതീയ ജനതാ പാർട്ടിയാണോ? അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഭാരതീയ ജനതാ പാർട്ടി. ഓക്കെ ആണല്ലോ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, which one from the following person said for democracy? Democracy is a government of the people, for the people and by the people. ഇത് ആരാണ് പറഞ്ഞത്? ഇത് ആരുടെ കോട്ടാണെന്ന് ചോദിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ ആണോ, അബ്രഹാം ലിങ്കന്റെ ആണോ, മഹാത്മാഗാന്ധിന്റെ ആണോ, നെൽസൺ മണ്ടേലന്റെ ആണോ? ഇവിടെ നമ്മുടെ ഡെമോക്രസി ഈസ് ദ ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ എന്നുള്ളത് അബ്രഹാം ലിങ്കന്റെ കോട്ടാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അക്കോർഡിംഗ് ടു 2011 സെൻസസ്, വാട്ട് ഇസ് ദ സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ? അപ്പൊ 2011 സെൻസസ് പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എന്താണ്? അപ്പൊ എന്താണ്? 827 ആണോ, 940 ആണോ, 972 ആണോ, 1018 ആണോ സെക്സ് റേഷ്യോ വരുന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 940. 940 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. അപ്പൊ ഇവിടെ 2 ഡാഷ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദേ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ ഈ ഡാഷ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയാണ് നോക്കല്ലേ? പണ്ഡിത രമാബായി പ്രൊമോട്ടഡ് ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാർട്ടഡ് ഡാഷ് ഇൻ 1881 in Pune to improve the condition of women, especially child widow. She also started dash, which provided housing, educational, vocational training and medical services to widows, orphans and visually challenged. ഇതാണ് സെന്റൻസ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള 2 ഡാഷുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ടഡ് ദ, അപ്പൊ എന്താണ് സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആര്യ മഹിളാ സമാജ്. എന്താണ്? ആര്യ മഹിളാ സമാജ്. ഓക്കെ. ഷി ഓൾസോ സ്റ്റാർട്ടഡ്, വേറെ ഒന്നും കൂടി ഉണ്ട്. എന്താണ്? മുക്തി മിഷൻ. മറ്റൊന്നാണ് മുക്തി മിഷൻ. ഓക്കെ. അപ്പൊ ഫില്ല് ചെയ്തല്ലോ, 2 ബ്ലാങ്കും നമ്മൾ ഫില്ല് ചെയ്തു. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അവിടെയും എന്താ ചോദിച്ചിട്ടുള്ളത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. Hindus and Muslims tied dash on each other's hand to show their unity and their protest. അപ്പം ഹിന്ദു മുസ്ലിം ടൈഡ് ഡാഷ് എന്താണ് അവിടെ കൊടുക്കാം? എ ബാൻഡ്. എന്താണ്? എ ബാൻഡ് ഓൺ ഈച്ച് അതേഴ്സ് ഹാൻഡ് ടു ഷോ their unity and their protest. അപ്പം എ. ഇനി ബിയിലോ? The Khilafat movement started by the Muslim and the non-cooperation movement led by dash merged into one confrontation against the British government. അവിടെ വരുന്നത് ആരാണ്? യെസ്. അപ്പൊ ആരാണ് ലീഡ് ചെയ്തത്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത് രണ്ടുമാണ്, ബാൻഡും മഹാത്മാഗാന്ധിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫാൾസ്, ശരിയോ തെറ്റോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. കോപ്പർനിക്കസ് in his book on the revolution of the heavenly sphere argued that the earth and the planet move around the sun in a
സർക്കിൾ. അപ്പൊ ഒരു കോൺസെൻട്രിക് സർക്കിളിൽ തിരിയാണ് എന്ന് കോപ്പർനിക്കസ് അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സെന്റൻസ് ശരിയാണോ തെറ്റാണോ? 23-ാമത്തത് ശരിയാണോ? അപ്പൊ ട്രൂ ആണ്, ശരിയാണ് അല്ലെ? അപ്പൊ ശരിയാണ്, ട്രൂ. Then Kepler further developed theory of Copernicus and said that other planets move in the elliptical paths around the sun. ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ സെന്റൻസ് ശരിയാണോ തെറ്റാണോ? നോക്കി, കെപ്ലർ എന്താ ഡെവലപ്പ് ചെയ്തത്? അപ്പം ഈ സെന്റൻസും എന്താണ്? ശരിയാണ്. ഓക്കെ, ഇനിയുള്ളത് മാച്ച് ദി ഫോളോയിങ് ആണ്. ഇപ്പൊ ഇവിടെ കോളം എയും ഉണ്ട്, കോളം ബിയും കൊടുത്തിട്ടുണ്ട്. അപ്പം കോളം എക്ക് മാച്ച് ആയിട്ടുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ കോളം ബിയിലേക്ക് ചേർത്ത് എഴുതണം. അപ്പൊ ഇവിടെ ജെയിംസ് വാട്ട് ആണ്. അപ്പൊ ജെയിംസ് വാട്ടിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്താണ്? ഇവിടെ ഇലക്ട്രിക് മോട്ടർ ഉണ്ട്, സ്റ്റീം എഞ്ചിൻ ഉണ്ട്, സ്പിന്നിങ് മ്യൂൾ ഉണ്ട്, അയൺ ഇൻഡസ്ട്രി ഉണ്ട്, റബ്ബർ ഇൻഡസ്ട്രി ഉണ്ട്. അപ്പൊ ഇവിടെ ജെയിംസ് വാട്ട് എന്ന് പറയുമ്പോൾ സ്റ്റീം എഞ്ചിൻ ഓപ്ഷൻ എ എന്നുള്ള 2ലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് എന്താണ്? എ. ദെൻ സാമുവൽ ക്രോംപ്റ്റൺ ആണ്. സാമുവൽ ക്രോംപ്റ്റൺ എന്ന് പറയുന്നത് സ്പിന്നിങ് മ്യൂൾ ആണ്, 3. അപ്പൊ ഇവിടെ വരുന്നത് ബി. പിന്നെ ഹെൻറി കോട്ട് വരുന്നത് അയൺ ഇൻഡസ്ട്രി ആണ്, അയൺ ഇൻഡസ്ട്രി. അപ്പൊ ഇവിടെ വരുന്നത് സി. ഇനി മൈക്കിൾ ഫാരഡേ എന്താണ്? മൈക്കിൾ ഫാരഡേ ഇലക്ട്രിക് മോട്ടർ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോയിട്ട് അവിടെ ഡി ആണ് വരുന്നത്. അപ്പൊ DABC എന്നുള്ള ഓർഡറിലാണ് ഇത് കറക്റ്റ് ആയിട്ട് വരുന്നത്. എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 25-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കോളം എയും കൊടുത്തിട്ടുണ്ട്, കോളം ബിയും ഉണ്ട്. ഇവിടെ തും മുഹ്ജെ ഖും ദോ മെയിൻ തുമ്നെ ആസാദി ദുഗ. അപ്പൊ അതുപോലെ ഡു ഓർ ഡൈ, ഫ്രീഡം ഈസ് അവർ ബർത്ത് റൈറ്റ് ആൻഡ് വി ജസ്റ്റ് ഹാവ് ഇറ്റ്, അറൈസ് awake and not to stop till the goal is reached. അപ്പൊ ഇത് ആരുടെയൊക്കെയോ കോഡ്സ് ആണ്, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കോളം ബിയിൽ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്തിടണം. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എ, തും മുझे खूब दो मैं तुम्हें आजादी दूंगा, ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പൊ നമ്മുടെ ഇതാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ കോളം 2ൽ വരുന്നത്. ഇനി ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ ആരാണ്? മഹാത്മാഗാന്ധി. അപ്പൊ ഡു ഓർ ഡൈ സി ആണ് വരുന്നത്. ഓക്കെ, ഇനി ഫ്രീഡം ഈസ് അവർ ബർത്ത് റൈറ്റ് ആൻഡ് വി ജസ്റ്റ് ഹാവ് ഇറ്റ്, ആരാ പറഞ്ഞിട്ടുള്ളത്? ബാൽ ഗംഗാധര തിലക്. ഇവിടെ 4 വരുന്നത് ബാൽ ഗംഗാധര തിലക്. ഇനി അറൈസ് awake ആൻഡ് നോട്ട് ടു സ്റ്റോപ്പ് till the goal is reached, ആരാ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദ. ഓക്കെ, അപ്പോൾ ഒരേ രീതിയിൽ തന്നെയാണ് നമ്മുടെ 2 ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്, DABC എന്നുള്ള ഓർഡറിൽ. യെസ്. ഇനി 26-ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയും കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനി വൺ ഓഫ് ഗിവൺ ഓപ്ഷൻസ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? ആ ബ്ലാങ്ക് വന്നിട്ട് ഫില്ല് ചെയ്യണം. The dash restoration began in 1868 with an era of enlightened rule which transformed Japan from the closed feudal society to the first dash nation. അപ്പൊ ഇതിൽ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? അപ്പൊ ഇവിടെ കറക്റ്റ് വരുന്നത് 26-ാമത്തത് മെയ്ജി ആൻഡ് ഇൻഡസ്ട്രിയലൈസ്ഡ്. അപ്പൊ ഒന്നാമത്തെ ദാ കഴിഞ്ഞിട്ട് മെയ്ജിയും അതുപോലെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ശേഷം ഇൻഡസ്ട്രിയലൈസ്ഡുമാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. പിന്നെ 27-ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. ഇവിടെയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ്, പക്ഷേ ബ്ലാങ്ക്സ് ഉള്ളത് ഓപ്ഷൻസ് വഴിയൊന്നും തന്നിട്ടില്ല. ഡാഷ് ഈസ് ദ യങ് ഫോൾഡ് മൗണ്ടെയിൻ. ദിസ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ഓഫ് ദ വേൾഡ്. ദിസ് മൗണ്ടെയിൻ ആക്ട് ആസ് ഡാഷ് ബെരിയർ. അപ്പൊ ഏതാണ് യങ് ഫോൾഡ് മൗണ്ടെയിൻ എന്നുള്ള ആലോചിച്ചാൽ മതി. ഏതാണ്? നമ്മുടെ ഹിമാലയ. അപ്പൊ ഹിമാലയ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Himalaya is the young fold mountain. This is the highest mountain range of the world. This mountain act as dash barrier എന്ന കൊടുത്ത് എന്താണ്? നാച്ചുറൽ barrier. എന്താണ്? നാച്ചുറൽ barriers. ഓക്കെ, ഇനി 28-ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. ഇവിടെയും കംപ്ലീറ്റ് ചെയ്യാനാണ്. The places which are closest to dash have high temperature as one moves towards the dash temperature decrease. എന്താണ് ആ ഡാഷിലൊക്കെ വരുന്നത്? The place which are closer to dash
എന്താണ് ഇക്വേറ്റർ, ഇവിടെ വരുന്നത് ഇക്വേറ്ററിന്റെ അടുത്ത് ഹൈ ടെമ്പറേച്ചറിൽ ഇക്വേറ്ററിന്റെ അടുത്തേക്കും ആസ് വൺ മൂവ് ടുവേർഡ്സ് ദ ടെമ്പറേച്ചർ ഡിക്രീസ്, എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലേക്കാണ്, പോൾസിനടുത്തേക്ക്, പോൾസ് ടെമ്പറേച്ചർ ഡിക്രീസ് ടുവേർഡ്സ് ദ പോൾസിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറഞ്ഞു. ഇക്വേറ്ററിന്റെ അടുത്ത് ഭയങ്കര ചൂടായിരിക്കും, പോൾസിലേക്ക്, രണ്ട് സൗത്ത് പോൾ നോർത്ത് പോളിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, ചൂട് കുറഞ്ഞു വരും. 29th question, complete the following sentence. 10 fundamental duties have been added in part 4 the constitution under article dash in the year 1976 through the dash constitutional amendment. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, രണ്ട് ഡാഷ് വരുന്നത് ഏത് ആർട്ടിക്കിൾ ആണ്, അതുപോലെ തന്നെ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ 51A ആണ്. പിന്നെ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലാണ്. ഓക്കെ, ഇനി 13th question, complete the following sentence. The dash court at the apex and unified judiciary of India, the chief justice and other judges are appointed by the dash. അപ്പോൾ ഏതാണ് അപ്പെക്സ് ആൻഡ് യൂണിഫൈഡ് ജുഡീഷ്യറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? നമ്മുടെ 30th ക്വസ്റ്റ്യനിൽ എന്താണ്, സുപ്രീം കോർട്ടാണ്. ഏത് കോർട്ടാണ്, സുപ്രീം കോർട്ടാണ്. പിന്നെ ഇവിടുത്തെ ജഡ്ജിനെ, ചീഫ് ജസ്റ്റിസിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, പ്രസിഡന്റ്. ആരാണ്, പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ്. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് ആഡഡ് ബൈ ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ ആർട്ടിക്കിൾ dash in the chapter of fundamental rights in 2002 by the 86th constitutional amendment. ഏതാണ് ഇവിടെ ന്യൂ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? ഇവിടെ 21A ആണ് ആർട്ടിക്കിൾ വരുന്നത്, 21A. ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് സുപ്രീം കോർട്ട് ഈസ് അപ്പോയിന്റഡ്. ചീഫ് ജസ്റ്റിനെയും അതുപോലെ തന്നെ സുപ്രീം കോർട്ടിലെ ജഡ്ജസിനേക്ക് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ്. എന്താണ്, ആരാണ്, പ്രസിഡന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 32th ക്വസ്റ്റ്യൻ, all adult men or women who have complete the age of 25 and above has the right to, എന്താണ്, നമുക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ ഏജ് ഓഫ് ഡാഷ്, അപ്പൊ ഡാഷ് എന്ന് പറയുമ്പോൾ അവിടെ 18 വയസ്സായി കഴിഞ്ഞാൽ എന്താണ്, above have right to vote and participate the election. നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലേ, vote and participate the election process without any discrimination of base, race, caste, religion, place and birth or sex. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ complete the following sentence. The qualifications for being a vice president are the same as prescribed for the office of dash. His or her main function is to be preside over the meeting of dash sabha. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഓഫീസ് ഓഫ് പ്രസിഡന്റ്, എന്താണ്, ഓഫീസ് ഓഫ് പ്രസിഡന്റ്. അതുപോലെ മീറ്റിംഗ് ഏത് സഭയിലാണ്, രാജ്യസഭ. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ ആൻസർ വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫാൾസ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് നോമിനേറ്റ്സ് കാൻഡിഡേറ്റ്സ് ഡ്യൂറിംഗ് ദ ഇലക്ഷൻ. അത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ്സ് ട്രൂ ആണ്. ഇൻ ഇന്ത്യ ദർ ആർ വൺ പാർട്ടി സിസ്റ്റം. ഇന്ത്യയിൽ വൺ പാർട്ടി സിസ്റ്റം ആണോ? അല്ല, ഫാൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആൻസേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിലെ ആൻസേഴ്സ്. എല്ലാവരും കറക്റ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇനി സെക്ഷൻ ബിയിലേക്ക് പോവാണ്. സെക്ഷൻ ബിയിൽ നമ്മുടെ ആൻസേഴ്സ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. 36th ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 കേസസ് ഓഫ് സന്താൾ റിബല്യൻ ഇൻ ഇന്ത്യ. അപ്പോൾ സന്താൾ റിബല്യൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കേസസ് പറയുന്നുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ്, സെമീന്ദാർ, ഓപ്പറേഷൻ അണ്ടർ ബ്രിട്ടീഷ് റൂള്, ഇതൊക്കെ നമുക്ക് അതിന്റെ കാരണങ്ങളായിട്ട് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. ഡിസ്ക്രൈബ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇൻ 2 points. അപ്പൊ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആ പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അണ്ടർ ഗവർണർ ജനറൽ ലോർഡ് ഡൽഹൌസി. അപ്പൊ ഡൽഹൌസിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി പോളിസിയാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർമനന്റ് സെറ്റിൽമെന്റ്. പെർമനന്റ് സെറ്റിൽമെന്റിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാൻ പറ്റും. ഫിക്സ്ഡ് ലാൻഡ് റവന്യൂ,
ഹെറിഡിറ്ററി ഓണർഷിപ്പ് ഫോർ ലാൻഡേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ മെൻഷൻ ദ മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിച്ച് യു നീഡ് ടു ക്രോസ് ഇഫ് യു വാണ്ട് ടു മൂവ് ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ ടു തമിഴ്നാട്. അപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുമ്പം എത്ര സ്റ്റേറ്റ്സുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്ന് എഴുതാണ്. അപ്പൊ നമ്മൾ ജമ്മു കാശ്മീർ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഇങ്ങനെ ഇത്രയും സ്റ്റേറ്റ്സിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിൽ എത്തുന്നത്. ആ ഒരു പോകുന്ന വഴിയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. Then mention two main qualification of election as a president. അപ്പം ഒരു പ്രസിഡന്റ് ആയി സെലക്ട് ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? നമ്മുടെ രാജ്യത്ത് തന്നെ ജനിച്ചിരിക്കണം, അറ്റ്ലീസ്റ്റ് 35 വയസ്സെങ്കിലും ആയിരിക്കണം. പിന്നെ മെൻഷൻ എനി ടു ക്വാളിഫിക്കേഷൻ ഫോർ ഇലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിൽ മത്സരിക്കണമെങ്കിലോ ഇന്ത്യയിലെ സിറ്റിസൺ ആയിരിക്കണം, 30 വയസ്സെങ്കിലും ആയിരിക്കണം. സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ, നമ്മുടെ 1 മാർക്ക് സെക്ഷൻ എയും സെക്ഷൻ ബിയിലെ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് 2 മാർക്കിന്റെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അപ്പോൾ ജസ്റ്റ് പോയിന്റ് എന്താണ് ആൻസർ കീ എന്നുള്ളത് മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും, എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇത്രയുമാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.